നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കാനായി ലോകം ആഗ്രഹിക്കുന്നുണ്ട്. സമാധാന കരാറുകളിലേക്കൊക്കെ ഉറ്റുനോക്കുകയാണ് ലോകം. പലവട്ടം കരാറായെന്ന് ട്രംപ് പറയാറുണ്ടെങ്കിലും ഇറാൻ കരാറിന് കൈകൊടുക്കാതെയും മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ കരാർ അലസിപ്പോകുന്നതാണ് ലോകം കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയല്ല. ട്രംപ് മാത്രമല്ല, ഇറാന്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളും അത് ശരിവെക്കുന്നുണ്ട് എന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. യുഎസും ഇറാനും ധാരണാപത്രത്തിൽ ഡിജിറ്റലായി ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് അറിയുന്നത്. അതോടെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയും ചെയ്യും. സമാധാനം പുലരുന്നുവെന്ന് കേട്ടപ്പോൾ അതിൽ തുടങ്ങിയെന്നേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് വാർത്തകളില്ലാതെയല്ല, ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. എറണാകുളം മലയിടംതുരത്ത് ഭൂമി തർക്കത്തിലെ ഒത്തുതീർപ്പ് കരാറിൽ കക്ഷികൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ നിർണായക യോഗം നടക്കാൻ പോകുന്നു തിരുവനന്തപുരത്ത്. മാസപ്പടിയിൽ വീണ വിജയനെ നാളെ ED ചോദ്യം ചെയ്യാൻ പോകുന്നു. ഒപ്പം പകർച്ചവ്യാധികളുണ്ട്, അതിൻ്റെ ഒട്ടേറെ ജാഗ്രതയുണ്ട്. എനിക്കും നല്ല കോൾഡുണ്ട്, പനിയുണ്ട്. അങ്ങനെ സംസ്ഥാനത്തൊക്കെ രോഗം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒട്ടേറെ വാർത്തകളും വിവരങ്ങളും ഒക്കെയുള്ള ഒരു ദിവസമാണ്. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഇറാനുമായി സംഘർഷം അവസാനിപ്പിക്കാനുള്ള കരട് കരാർ ഒപ്പിട്ടുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന്റെ വിശദാംശങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും ട്രംപ്. ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പിടുന്ന വെള്ളിയാഴ്ച തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നും G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ്. ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങൾ എക്കാലവും സംരക്ഷിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന്. അസിസ്റ്റന്റ് കമ്മീഷണർ തസ്തികയിലേക്ക് അടക്കം ബോർഡിൽ നടന്ന സ്ഥലം മാറ്റങ്ങൾ പുനഃപരിശോധിക്കും. സ്ഥലം മാറ്റ നടപടികളിൽ അതൃപ്തി അറിയിച്ച് ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി ദേവസ്വം മന്ത്രി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ളവർക്ക് ഉന്നത പദവി നൽകിയെന്ന ആക്ഷേപവും ചർച്ചയ്ക്ക്. സർക്കാർ ജീവനക്കാർക്ക് ഇടത് സർക്കാർ കൊണ്ടുവന്ന അഷ്വേർഡ് പെൻഷന് പകരം പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരാൻ UDF സർക്കാർ. പെൻഷൻ ഫണ്ടിലെ സർക്കാർ വിഹിതം 14% ഉയർത്തുമെന്ന് സൂചന. ഒരു ഗഡു ക്ഷാമബത്ത നൽകുമെന്നും പരിഗണനയിൽ. ശമ്പള പരിഷ്കരണ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കും. ഷിഗല്ല രോഗബാധയിൽ മരണം 5 ആയതോടെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ അതീവ ജാഗ്രത. കോഴിക്കോട് 3 പേർക്ക് കൂടി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. മലേറിയയും റിപ്പോർട്ട് ചെയ്തു. നിപ ബാധിച്ച് ചികിത്സയിലുള്ള രോഗിയുടെ നില ഗുരുതരമായി തുടരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കന്നിക്കാരായ കേപ്പ് വെർദ. ബെൽജിയത്തിനും ഈജിപ്തിനും 1-1 സമനിലക്കുരുക്ക്. ഇറാനെതിരെ ന്യൂസിലൻഡ് 1 ഗോളിന് മുന്നിൽ. ഫ്രാൻസ് ഇന്ന് രാത്രി 12:30 ഇറങ്ങും. എതിരാളി സെനഗൽ. G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ തുടക്കം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സമഗ്ര വളർച്ച പ്രധാന അജണ്ട. ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലൊവാക്യയുടെ പരമോന്നത പുരസ്കാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇന്ന് ഒരു അപകട വാർത്തയുമായാണ് കയറുന്നത്. തിരുവനന്തപുരം പാപ്പനംകോട് KSRTC ബസ് ഒരു കടയിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രതിനിധി രജിത്തുണ്ട്. ഇപ്പോൾ രജിത്തിനോട് ചോദിക്കാം വിവരങ്ങൾ. രജിത്ത്, എന്താണ് സംഭവിച്ചത്? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? മായ, പാപ്പനംകോട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. KSRTC ഡിപ്പോയിൽ നിന്നും സർവീസ് ആരംഭിച്ച ബസ്സാണ് തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ലക്കി സെൻറ്ററിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത്. KSRTC ബസ്സിൽ ഉണ്ടായിരുന്നത് ഡ്രൈവറും കണ്ടക്ടറും ആണ്. തുടർന്ന് ഈ ലക്കി സെൻറ്ററും രാവിലെ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. ലക്കി സെൻറ്ററിലെ ജീവനക്കാർക്ക് ഒരാൾക്കും കൂടി പരിക്കേറ്റിട്ടുണ്ട്. ആകെ 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. സർവീസ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ നിന്നും KSRTC സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ബസ് അത് നേരെ വളരെ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഇവിടെ അടുത്ത് ഈ KSRTC സ്റ്റാൻഡിന് സമീപത്ത് തന്നെ ലോട്ടറി കച്ചവടം നടത്തുന്ന ഷോപ്പിലേക്കാണ് ഈ ബസ് ഇടിച്ചു കയറുകയും ചെയ്തത്.
ഒപ്പം തന്നെ ഇവിടെ രാവിലെ തന്നെ കച്ചവടത്തിനെത്തിയിരുന്ന മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ നിന്നും ഒഴിഞ്ഞു മാറിയതിനാലാണ് അദ്ദേഹത്തിന് വലിയൊരു അപകടം ഉണ്ടാകാതിരുന്നത് എന്ന് അദ്ദേഹം അല്പം മുമ്പ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. എന്നാൽ 3 പേർക്ക് മാത്രമാണ് പരിക്കുള്ളത്. വേറെ മറ്റു തരത്തിലുള്ള അപകടങ്ങൾ വലിയ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. പക്ഷേ വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അടുത്തുണ്ടായിരുന്ന ബൈക്കും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ബൈക്കും പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ലക്കി സെൻറ്ററിൻ്റെ മുന്നിലുണ്ടായിരുന്ന ബൈക്കാണ് അത് പൂർണ്ണമായും നശിച്ചു. ലക്കി സെൻറ്ററിലേക്ക് വളരെ വേഗത്തിൽ വാഹനം എത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നിലവിലിപ്പോൾ ഈ ബസ് ഇവിടെ നിന്നും KSRTC ഡിപ്പോയിലെ തന്നെ റിക്കവറി വാൻ ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ സർവീസ് ആരംഭിക്കുന്ന സമയത്താണ് ഈ അപകടം ഒക്കെ ഉണ്ടായത്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിക്കുന്നത്. എന്തായിരുന്നു സംഭവം നടന്നത്? വണ്ടി അതിനകത്ത് നിന്ന് ഡിപ്പോയ്ക്കകത്ത് നിന്ന് നിയന്ത്രണം വിട്ടു വന്ന് കയറിയതാണ്. അന്നേരം റോഡിൽ വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. ഇടി അവിടെ നടന്നെ അങ്ങനെ ഇങ്ങനെ വന്ന് കയറി പകുതി കഴിഞ്ഞതിന് ശേഷം വന്ന് കയറിയപ്പോഴാണ് എനിക്ക് വണ്ടി ഇങ്ങനെ നിയന്ത്രണം വിട്ട് വരികയാണല്ലോ എന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് എഴിക്കാനും ഓടാനൊന്നും പറ്റില്ല, ഹാൻഡിക്കാപ്പെടാണ്. അങ്ങനെ ഞാനൊന്ന് കൈകുത്തി ഇങ്ങനെ എഴിക്കുമ്പം കസേര മറിഞ്ഞ് വീണ് ഇങ്ങോട്ട് മറിഞ്ഞു. അങ്ങോട്ടല്ല, വണ്ടി അങ്ങോട്ടാണ് നിന്നത്. അങ്ങനെ മറിഞ്ഞ് വീണ് ഓവർ സ്പീഡിലായിരുന്നു. ഓവർ സ്പീഡ് കണ്ണടച്ച് തുറക്കുമ്പം മിന്നൽ വേഗത്തിൽ ഇങ്ങനെ വന്ന് കയറിയത്. ലക്കി വിറ്റുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് എടുക്കാൻ വേറെ ആളുകളില്ലായിരുന്നു എന്ന് തോന്നുന്നു. അയാൾ മാത്രം വന്ന് തുറന്ന് തിരികെ കത്തിച്ചതിന് ശേഷം കല്ലിൽ കൊടുക്കാൻ തുടങ്ങുള്ളൂ. അന്നേരം ആവണേ ഉള്ളൂ. അപ്പോൾ പക്ഷേ അയാൾ തെറിച്ച് വീണ് താഴെ വീണ് നിലത്ത് വീണ് കിടന്നത്. അയക്കും ഡ്രൈവറിനാണ് കുഴപ്പമൊന്നും തോന്നുന്നു. വേറെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വേറെ ആൾക്കാരെ കുറിച്ചൊന്നും അറിഞ്ഞില്ല. പിന്നെ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കും ഇടിച്ച് പോയെന്ന് തോന്നുന്നു. മായ, ഇത് തന്നെയാണ് ഈ ലക്കി സെൻറ്ററിൽ ഉണ്ടായിരുന്ന ആൾക്കും ഡ്രൈവർക്കും അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന കണ്ടക്ടർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. 3 പേർക്കാണ് ഇപ്പോൾ പരിക്കുള്ളതായി അറിയാൻ കഴിയുന്നത്. ഒരു വാഹനം പൂർണ്ണമായും അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന വാഹനം അത് പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ട്. ഇതിനായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. എങ്കിൽ തന്നെയും ഇപ്പോൾ വാഹനം ഇവിടെ നിന്നും റിക്കവറി വാൻ ഉപയോഗിച്ച് പാപ്പനംകോട് സ്റ്റാൻഡിലേക്ക് തന്നെ മാറ്റിയിട്ടുമുണ്ട്. രജിത്തിനോട് അവിടെയുള്ള ആൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഓവർ സ്പീഡായിരുന്നല്ലേ ഡിപ്പോയിൽ നിന്ന് ഇറങ്ങിയ വണ്ടി? നിയന്ത്രണം വിട്ട് വരികയായിരുന്നു എന്നാണ്. എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. വളരെ വേഗത്തിലാണ് വാഹനം വന്നത്. ഓവർ സ്പീഡിൽ തന്നെയാണ് വാഹനം വന്നത്. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. നിലവിലിപ്പോൾ രാവിലെ സർവീസ് ആരംഭിക്കുന്നതിനായി ഇറങ്ങിയ വാഹനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ കണ്ടക്ടർ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ഡ്രൈവറും ഉണ്ടായിരുന്നു. വാഹനം വളരെ വേഗത്തിൽ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വളരെ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റാൻഡ് നേരെ എതിർവശത്തുള്ള കടയിലേക്കാണ് ഇടിച്ചു കയറിയിരിക്കുന്നത്. വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് വാഹനം ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഡ്രൈവറുടെ വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഡ്രൈവർക്കാണ് കൂടുതലും പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുക. ഒപ്പം തന്നെ ഈ ലക്കി സെൻറ്ററിലെ ജീവനക്കാരനും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവരെ മൂവരെയും, ഡ്രൈവറെയും അതുപോലെ തന്നെ ലക്കി സെൻറ്ററിലെ ജീവനക്കാരനെയും അതുപോലെ തന്നെ കണ്ടക്ടറെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. KSRTC ബസ്സിൽ തന്നെയാണ് ഇവരെയും അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അല്പം മുമ്പ് നടന്ന അപകടമാണ്. അത് വലിയൊരു അപകടം ആണ്. കാരണം ഇപ്പോൾ നമ്മൾ പ്രതികരിച്ച ആൾ, അദ്ദേഹം ഈ ലക്കി സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഹാൻഡിക്യാപ്റ്റിലൂടെയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് എഴുന്നേറ്റ് മാറാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. എന്തായാലും വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു. ബസ് ഇവിടെ നിന്നും റിക്കവറി വാൻ ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. മായ, രജിത്താണ് പാപ്പനംകോട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പാപ്പനംകോട് ഡിപ്പോയ്ക്ക് അടുത്താണ്. ഡിപ്പോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ KSRTC ബസ്സാണ് തൊട്ടടുത്തുള്ള കടയിലേക്ക് ഇടിച്ചു കയറിയത്. ഇവിടെയുള്ള ലക്കി സെൻറ്റർ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കടയിലേക്ക് കയറുന്നു. കടയിലുള്ള ആൾ, അതുപോലെ കടയിൽ മറ്റാളുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് രജിത്ത് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആൾ, ഒപ്പം ഡ്രൈവർ, അതുപോലെ തന്നെ കണ്ടക്ടർ, ഇവർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. അടുത്തുള്ള വാഹനങ്ങളൊക്കെ തകർന്ന മട്ടുണ്ട്. അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനമായിരിക്കണം. അതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ വരാം. ഇതിൻ്റെ രജിത്ത് അവിടെ തന്നെ ഉണ്ട്. അതിനു മുമ്പ് മറ്റ് ചില വാർത്തകളിലേക്ക്.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റത്തിൽ മന്ത്രി കെ മുരളീധരൻ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരാൻ പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണം ചെമ്പാണെന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനെ പ്രധാന ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആക്കിയതിനെതിരെയും വിജിലൻസ് കേസിൽ ഉൾപ്പെട്ട ആളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിജിലൻസ് ഓഫീസറായി നിയമിച്ചതിനെതിരെയും കോൺഗ്രസ് അനുകൂല സംഘടന ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രി കെ മുരളീധരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അതൃപ്തി അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഏതായാലും ഇന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഏറെ നിർണായകമാണ് അല്ലേ? തീർച്ചയായും ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡിൻ്റെ യോഗം അത് നിർണായക യോഗമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ജീവനക്കാർക്ക് പ്രമോഷനും അതുപോലെ തന്നെ ജീവനക്കാരെ നിയമിച്ചുകൊണ്ടും ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് പ്രകാരം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരൊക്കെയും തന്നെ സ്ഥലത്ത് ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചുമതലയേറ്റവർ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലമാറ്റം നൽകുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ നിയമവശങ്ങളൊക്കെയും പരിശോധിച്ചു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് വിവരങ്ങൾ നൽകുന്നത്. അവർ പരാതി നൽകുകയായിരുന്നു. കാരണം ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ അനുകൂല സംഘടനകളുടെ സ്വാധീനത്തിൽ വഴങ്ങിക്കൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിൽ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസിസ്റ്റന്റ് കമ്മീഷണർ തസ്തികയിലേക്കും അതുപോലെ തന്നെ തസ്തികകളിലേക്കടക്കം നടത്തിയ നിയമനത്തിൽ 70ഓളം പേരുടെ നിയമനമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 5 പേരുടെ ഇന്റേണൽ നിയമനമാണ്. അവരെ സ്ഥാനങ്ങളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുള്ള നിയമനമാണ് നടത്തിയിട്ടുള്ളത്. ഈ നിയമനങ്ങളിലൊക്കെയും ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ടെന്നും ഇടതുപക്ഷ സംഘടന നൽകിയ ലിസ്റ്റുകളുടെ പ്രകാരമാണ് അല്ലെങ്കിൽ ഇടത് സ്വാധീനത്തിൻ്റെ ബലത്തിലാണ് ഈ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുമാണ്. മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നിയമനങ്ങൾ നടത്തിയത് എന്നാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടുതൽ സീനിയർ ആയിട്ടുള്ള ആളുകളെ നിയമിക്കുന്ന വശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ആ മാനദണ്ഡങ്ങളൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളൊരു നിയമനമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ അടക്കം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിജിലൻസ് ഓഫീസറായി നിയമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് SIT ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT ചോദ്യം ചെയ്ത ആളെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചിരിക്കുന്നു എന്നതാണ്. വള്ളിയാങ്കാവ് ദേവി ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചിരിക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാന പരാതിയുള്ളത്. ഈ പരാതിയൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് പുനഃപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി കത്ത് നൽകുകയും ചെയ്തത്. മന്ത്രി കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര സംഘടനയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് സ്വന്തമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും. ഒരു പക്ഷേ ഇപ്പോഴുള്ള മന്ത്രിസഭയെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ മന്ത്രിയെ പിണക്കിക്കൊണ്ട് എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഇടതുപക്ഷത്തു നിന്നുള്ള മറ്റ് പ്രതിനിധികളാണ് ദേവസ്വം ബോർഡിൽ തന്നെ ഉള്ളത് എന്നതിനാൽ തന്നെ എന്ത് തീരുമാനമായിരിക്കും ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് എടുക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ഈ നിലവിൽ ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെയും പല സ്ഥലങ്ങളിൽ അവർക്ക് നിയമനം ലഭിച്ച സ്ഥലങ്ങളിലെത്തി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പെട്ടെന്ന് തന്നെ ഉണ്ട് ഒരു സ്ഥലമാറ്റത്തിനെതിരെ ഇവർ കോടതിയിൽ പോകാനുള്ളൊരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ദേവസ്വം ബോർഡ് നിയമവശങ്ങളൊക്കെയും പരിശോധിച്ചു വരുന്നത്. എന്തുതന്നെയായാലും ഇന്ന് ചേരുന്ന യോഗം അത് നിർണായക യോഗം തന്നെയാണ്. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും ദേവസ്വം ബോർഡ് എടുക്കാൻ പോവുക എന്നതാണ് ഇനി അറിയാനുള്ളത്. മായ. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ദേവസ്വം ബോർഡിൽ നിന്ന് നിർണായക യോഗം നടക്കുകയാണ്. ദേവസ്വം ബോർഡിലെ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് സ്ഥലം മാറ്റം നടന്നു എന്നാണ് അവിടെ നിന്നുള്ള സംഘടനകളൊക്കെ ആരോപിക്കുന്നത്. ഏതായാലും മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ പങ്കെടുക്കുന്ന യോഗമാണ്. യോഗത്തിൽ എന്താണ് തീരുമാനങ്ങളെന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാം. എറണാകുളം മലയിടംതുരത്ത് കാവ് ഉന്നിതിയിലെ ഭൂമി തർക്കത്തിന് പരിഹാരമായിരിക്കുന്നു. ഒത്തുതീർപ്പ് കരാറിൽ ബന്ധപ്പെട്ട കക്ഷികൾ ഒപ്പുവെച്ചു. ഹൈക്കോടതി നിശ്ചയിച്ച സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ദളിത് കുടുംബങ്ങളും ഭൂവുടമകളും സർക്കാരും തമ്മിൽ നിർണായകമായ ധാരണയിലെത്തിയത്. കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ സമവായത്തിൽ എത്തിച്ചേർന്ന കാര്യം സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, മലയിടംതുരത്തിലെ ഭൂമി തർക്കം അതിൽ ഏറെക്കുറൊരു പരിഹാരമായിരിക്കുന്നു അല്ലേ? അതുമല്ല, ഹൈക്കോടതി മുന്നോട്ട് വെച്ച ആ സമയം തീരാൻ പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പ്രശ്ന പരിഹാരമായി എന്ന് കേൾക്കുന്നത്. കിരൺ.
മായ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന നിയമ വ്യവഹാരങ്ങൾക്കൊടുവിൽ ഈ ഭൂമി തർക്കത്തിൽ പരിഹാരമായിരിക്കുകയാണ്. ഇന്നലെ എറണാകുളം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന പ്രത്യേക യോഗത്തിന് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു സമവായ കരാറിലേക്ക് ഇരുവിഭാഗവും ഒപ്പിട്ടത്. നേരത്തെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ഒപ്പം തന്നെ ഈ ഒരു സമവായ കരാറിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി ഈ ഇരുവിഭാഗങ്ങളും തയ്യാറാവുകയായിരുന്നു. പ്രധാനമായിട്ടും ഈ പാരിത്തുകാവ് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് പുതിയ സ്ഥലം അനുവദിക്കുകയും ഒപ്പം തന്നെ വീട് വെച്ച് നൽകും എന്നതടക്കമുള്ള വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം അതിൻ്റെ ഉടമയായിട്ടുള്ള വാദിഭാഗമായിട്ടുള്ള ശങ്കരൻ നായരുടെ കുടുംബത്തിന് വിട്ടു നൽകാനായിട്ട് തീരുമാനമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച അടക്കം ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത്. ഈ ചർച്ചയിൽ ഉയർന്ന ഒരു ആവശ്യമായിരുന്നു പ്രധാനമായിട്ടും ഈ കുടുംബങ്ങൾ അവർക്ക് നഷ്ടപരിഹാരം വേണം എന്നുള്ളൊരു കാര്യം തന്നെ. ആ നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ പിന്നീട് ഈ ശങ്കരൻ നായരുടെ കുടുംബം മുന്നോട്ട് വെച്ച കാര്യമാണ് ഓരോ കുടുംബത്തിനും 5 സെന്റ് വീതം സ്ഥലം നൽകാമെന്നും ഒപ്പം തന്നെ വീട് വെച്ച് നൽകാമെന്നുള്ളൊരു കാര്യം. ഈ വീട് വെച്ച് നൽകാമെന്നുള്ളൊരു കാര്യം അത് സ്പോൺസർഷിപ്പോടുകൂടി തന്നെ സർക്കാരിൻ്റെ ഈ സമിതി, അതായത് ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സമിതിയുടെ നേതൃത്വത്തിലായിരിക്കും ഏതായാലും വീട് വെച്ച് നൽകുക. 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കും എന്നുള്ളൊരു ഉറപ്പാണ് നേരത്തെ ഈ കുടുംബങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ കാര്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി ഏതായാലും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെ ഇന്നലെ റോജി എം ജോൺ വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഏതായാലും UDF സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് ഈ വിഷയത്തിന്റെ രമ്യമായ പരിഹാരത്തോടു കൂടി തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ സർക്കാർ പറഞ്ഞതുപോലെ തന്നെ UDF സർക്കാരിന് സർക്കാർ വന്ന് ഉടൻ തന്നെ ഇടപെട്ട ഒരു കേസ് കൂടിയാണ് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. മുൻപും മുൻ സർക്കാരും പലതവണ ചർച്ചകൾ നടത്തിയതാണ്. എന്നിട്ടൊന്നും ഒരു പരിഹാരം കാണാനാവാത്ത ഒരു വിഷയം കൂടിയാണ് ഇത്. മായ, ഈ കോടതിയിൽ നിന്ന് വിധി വന്നത്, അതായത് പറവൂർ മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ ശങ്കരൻ നായരുടെ, അതായത് വാദിഭാഗത്തിന്റെ ശങ്കരൻ നായർക്ക് അനുകൂലമായിട്ടായിരുന്നു വിധി വന്നിരുന്നത്. പിന്നീട് ഈ വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇതിൽ പോലീസ് നടപടികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ 10 വർഷത്തിനിടയിൽ 14 തവണയാണ് ഇവിടെ പോലീസ് എത്തുകയും ഉദ്യോഗസ്ഥരെത്തി ഇവരെ ഒഴിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നിരുന്നത്. എന്നാൽ ഈ സർക്കാർ അധികാരത്തിലേറ്റ് 2ാമത്തെ ദിവസം വീണ്ടും ഉദ്യോഗസ്ഥർ ഇവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നു. ഈ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് എത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതോടുകൂടി തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ നടത്തി വന്നിരുന്ന സമരം കുറെ കൂടി ശക്തമാകുന്നത്. CPM ഇത് രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്നു, സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആയുധമായി മാറ്റുന്നു എന്നതടക്കമുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീണ്ടിരുന്നു. ഇതിനുശേഷം ആണ് സർക്കാർ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു സമിതിയെ രൂപീകരിക്കുകയും ഈ വിഷയത്തിൽ ചർച്ച നടത്താനായിട്ട് നിയോഗിക്കുകയും ചെയ്തത്. റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ പിന്നീട് നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഈ വിഷയത്തിൽ ഒരു രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ധാരണയിലേക്ക് എത്താനായിട്ട് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ധാരണയുമായിരിക്കുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് അവരൊരു വലിയ നേട്ടമായി തന്നെയാണ് വിഷയം എടുത്തു കാണിക്കുന്നത്. അതായത് സർക്കാർ അധികാരത്തിലേറ്റ് ഉടനെ ഉണ്ടായ ഒരു വിഷയം, ഈ വിഷയത്തിൽ ഇടപെട്ട് 20 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൽ പരിഹാരം കാണാൻ സാധിച്ചു എന്നുള്ളത് സർക്കാരിന്റെ ഒരു നേട്ടമായി തന്നെയാണ് ഉയർത്തി കാണിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ ധാരണ എത്തിയ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഹൈക്കോടതി അറിയിക്കും. അഡ്വക്കേറ്റ് ജനറൽ മുഖേന ഈ കരാർ സംബന്ധിച്ച്, അതായത് ഈ ധാരണയിലെത്തിയിട്ടുള്ള ഈ ധാരണാപത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഹൈക്കോടതി അറിയിക്കും. അതിനുശേഷമായിരിക്കും ഏതായാലും തുടർ നടപടികൾ ഒഴിവാക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുടുംബങ്ങൾക്കെതിരായിട്ട് കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും മലയിടംതുരത്തിലെ ഈ പ്രശ്ന പരിഹാരം അത് സർക്കാരിന്റെ ഒരു വലിയ നേട്ടമായി തന്നെ കാണേണ്ടി വരും. മുൻ സർക്കാരിന്റെ കാലത്ത് പലതവണ ചർച്ചകൾ നടത്തിയിട്ടും നടക്കാതെ പോയ ഒരു കാര്യമാണ് ഇപ്പോൾ പ്രശ്ന പരിഹാരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ കോടതിയെ അറിയിക്കും. അത് സർക്കാരിൻ്റെ ഒരു നേട്ടമായി തന്നെ കരുതേണ്ടതുണ്ട്. നിപ ഭീതിക്കൊപ്പം വിടാതെ ഷിഗല്ല വ്യാപനവും ആശങ്ക ഉയർത്തുകയാണ്. കോഴിക്കോട് ജില്ലയിലെ 2 പേർ ഉൾപ്പെടെ സംസ്ഥാനത്ത് ഇതുവരെ 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. കോഴിക്കോട് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത 3 കേസുകൾ ഉൾപ്പെടെ 70 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ ഇന്നലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതിനിടെ കോഴിക്കോട് മലേറിയയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രേഷ്മ ചേരുകയാണ്. രേഷ്മ, പകർച്ചവ്യാധികളുടെ കാലമാണ് സംസ്ഥാനത്ത്. നിപ്പയുണ്ട്, ഷിഗല്ലയുണ്ട്, ഇപ്പോൾ മലേറിയ കൂടി റിപ്പോർട്ട് ചെയ്തു എന്ന് രേഷ്മയുടെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനാവുന്നു. എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? രേഷ്മ.
മായ, ഇന്നലെ ഷിഗല്ല ബാധിച്ചിട്ട് 2 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. അതിൽ തൃശ്ശൂർ സ്വദേശിയായ ഒരാളും ഒപ്പം തന്നെ 7 വയസ്സുകാരനായ മലപ്പുറത്തുകാരനും ഉണ്ടായിരുന്നു. ഈ മരണത്തിന് മുന്നോടി തന്നെ കോഴിക്കോട് ജില്ലയിൽ 2 പേർ മരണപ്പെട്ടിരുന്നു. 3 വയസ്സുകാരിയും 4.5 വയസ്സുകാരിയുമായിരുന്നു നേരത്തെ മരണപ്പെട്ടിരുന്നത്. ഷിഗല്ല ഭീതിയോടെ തന്നെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. നിപയുടെ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനിടെ ഷിഗല്ലയും ഒപ്പം മലേറിയയും മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ആരോഗ്യവകുപ്പ് ഇതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കിണറുകളിൽ ഉൾപ്പെടെ സൂപ്പർ ക്ലോറിനേഷൻ, അതുപോലെ തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകളും ഹോട്ടലുകളിൽ ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ട് ഇന്നലെ കുന്നമംഗലത്തുൾപ്പെടെ ഈ കിണറുകളിൽ ഉൾപ്പെടെ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമുക്കറിയാം ഷിഗല്ല ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് കുട്ടികളിലാണ്. ഇന്നലെ മെഡിക്കൽ കോളേജിൽ 3 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 4 കുട്ടികളാണ് നിലവിൽ ICUയിൽ തുടരുന്നത്. ഈ 4 പേരിൽ 2 കുട്ടികളുടെ സ്ഥിതി ഗുരുതരമാണെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ 70 പേരാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഭീതി ഉണർത്തുന്നതാണ്. അതേസമയം ജാഗ്രതയാണ് വേണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കണ്ണൂരിൽ മൊകേരിയിൽ ഇന്നലെ 2 കുട്ടികൾക്ക് ഷിഗല്ല ബാധിച്ചിരുന്നു. കുട്ടികളോട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറയുന്നത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ, ഇത് ശ്രദ്ധിക്കണം, പുറത്തുനിന്ന് ശീതളപാനീയം ഉൾപ്പെടെ കുടിക്കരുതെന്നാണ് ആരോഗ്യവകുപ്പ് മാതാപിതാക്കൾക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ജില്ലയിൽ മലേറിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. തിക്കൊടിയിലെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കുഴപ്പമില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ നിപയുടെ ഭാഗമായി തന്നെ കനത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഷിഗല്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ടെന്നാണ് ഇന്നലെ ഉൾപ്പെടെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച വിവരം. രേഷ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് നിപ, ഷിഗല്ല പകർച്ചവ്യാധികളൊക്കെ ഉണ്ട്. ഒപ്പം മലേറിയ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരോഗ്യവകുപ്പ് വലിയ മുൻകരുതലുകളാണ് എടുത്തിരിക്കുന്നത്, വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. തകർന്നു വീഴാറായ വീടുകളിൽ കടുത്ത അരക്ഷിതാവസ്ഥയിൽ കഴിയുകയാണ് കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിലെ മലവേടൻ കോളനിയിലുള്ള 22 കുടുംബങ്ങൾ. മാലിന്യ പ്രശ്നവും ശരിയായ ശുചിമുറി സംവിധാനങ്ങളും ഇല്ലാത്തതുമൂലം കോളനിവാസികൾ ആരോഗ്യ പ്രശ്നങ്ങളും വലിയ തോതിൽ നേരിടുന്നുണ്ട്. പട്ടയവും ജാതി സർട്ടിഫിക്കറ്റും ഇല്ലാത്തതിൻ്റെ ദുരിതങ്ങൾ വേറെയും ഇവർ അനുഭവിക്കുകയാണ്. 3 പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ദുരിതത്തിന് സർക്കാർ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കോളനിവാസികൾ ആവശ്യപ്പെടുന്നത്. ഇത് കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്ത് 12-ാം വാർഡിലെ മലവേടൻ കോളനിയിൽ താമസിക്കുന്ന ജനാർദ്ദനൻ്റെ വീട്. യഥാർത്ഥത്തിൽ വീട് എന്ന് വിളിക്കാൻ കഴിയില്ല. പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മേഞ്ഞ ഒരു കുടിലാണ്. മലവേടൻ കോളനി നിവാസികളുടെ ദുരിത ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ജനാർദ്ദനൻ്റെ ഈ വീട് എന്ന് പറയാം. എൻ്റെ പ്രകൃതിക്ഷോഭം വീട് പോയതാണ്. പക്ഷേ അന്ന് 10,000 രൂപ തന്നിട്ടുള്ളൂ. കൂടുതൽ ഇതാ നമുക്കിവിടെ നല്ല വീടുകളില്ല. വരുന്നവർ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഏരിയ മൊത്തം വെള്ളം കണ്ടു. ഇപ്പോൾ വെള്ളം താന്നു പോയതേ ഉള്ളൂ. കോളനിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മലവേടൻ വിഭാഗത്തിൽപ്പെട്ട 22 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 32 വർഷം മുൻപ് കോട്ടയം നാഗമ്പടം റെയിൽവേ പുറമ്പോക്കിൽ നിന്നും ഈ കുടുംബങ്ങൾ ഇവിടേക്ക് മാറ്റി താമസിപ്പിക്കപ്പെട്ടതാണ്. അന്ന് നിർമ്മിച്ച വീടുകളിൽ പിന്നീട് ഒരു അറ്റകുറ്റപ്പണി പോലും നടത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുമില്ല. ഞങ്ങൾ 94 വന്നതാണ്. ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടാറില്ല. വീട് പോലും തരാനായിട്ടും അധികാരികളൊന്നും ഒരു കാര്യത്തിനും പങ്കെടുക്കുന്നില്ല. 2 സെന്റ് വീതം ഭൂമിയിലാണ് ഓരോ വീടും സ്ഥിതി ചെയ്യുന്നത്. മാലിന്യ പ്രശ്നമാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മഴ ശക്തമാകുമ്പോൾ വീടുകളുടെ മുറ്റത്തേക്ക് പാടത്തു നിന്നും വെള്ളം കയറും. ഒപ്പം ഇഴജന്തുക്കളും വീടുകളിലേക്ക് നീന്തിയെത്തും. പാമ്പ് കടിച്ച ഒരു കൊച്ചു വെള്ളത്തിൽ വീണ് മരിച്ചു. പാമ്പപ്പ വേണേലും കയറി വരാം, ഏത് സമയത്ത് വേണേലും, ഏത് വീട്ടിൽ വേണേലും കയറി പോയി, ഏത് മൂല വേണേലും കയറി ഇരിക്കാം പതുങ്ങി. മലവേടൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരെങ്കിലും പലർക്കും ജാതി സർട്ടിഫിക്കറ്റ് പോലും ലഭിച്ചിട്ടില്ല. ഇതുമൂലം ഇവർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. അതായത് എൻ്റെ കൊച്ചിന് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല, അതായത് ഗ്രാൻഡ് കിട്ടുന്നില്ല. അത് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഗ്രാൻഡ് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഫീസ് അവിടെ ചെന്ന് അന്വേഷിച്ച് പറഞ്ഞ് ഇന്ന പോലെയാ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു. നമുക്കതില്ല. ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് പോലും അനുമതിയും ലഭിക്കില്ല. പട്ടയം എന്ന് പറയുന്ന സംഭവം ഇവിടെ ആർക്കും ഇല്ല. ഇത്രയും കുടുംബം ഇവിടെ കിടപ്പുണ്ട്. ഇതിൽ ഏതൊക്കെ കുടുംബമാണെന്ന് ചെന്ന് നോക്കാവോ? നല്ല പെരയായിട്ട് ഇരിക്കുന്ന കുടുംബം നോക്കാവോ? മിക്ക വീടുകളുടെയും തറയും ഭിത്തിയും മേൽക്കൂരയും എല്ലാം തകർന്ന നിലയിലാണ്. കോളനിയിലുള്ള അംഗൻവാടിയുടെ അവസ്ഥയും പരിതാപകരമാണ്. 10ഓളം കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയുടെ മേൽക്കൂര ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. ഈ വീടുകളിലെ ഭൂരിഭാഗം പുരുഷന്മാരും തെങ്ങുകയറ്റത്തിന് പോയാണ് ഉപജീവനം കണ്ടെത്തുന്നത്. മഴക്കാലമായാൽ ആർക്കും ജോലിയും കൂലിയുമില്ല.
തുച്ഛമായ വരുമാനം കൊണ്ട് വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ നിർവാഹവുമില്ല. ഈ തെങ്ങേറ്റ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കെല്ലാം ജോലി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ പൈസ തന്നെ ഇപ്പം നമുക്ക് സർക്കാർ ആശുപത്രിയിൽ പോയാൽ നമുക്ക് ആ മരുന്ന് പിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി ഡോക്ടറെ വീട്ടിൽ പോയി കാണേണ്ട സാഹചര്യം. അപ്പം വണ്ടിക്കൂലി, മരുന്നിനുള്ള ഡോക്ടർ ഫീസ്, ഇങ്ങനെ എല്ലാമായിട്ട് ദിവസവും ഓടിക്കൊണ്ടേയിരിക്കുക. ഈ കുടുംബങ്ങളിലെ മുതിർന്നവർക്കെല്ലാം സ്വന്തമായി റേഷൻ കാർഡും ഗ്യാസ് കണക്ഷനും വോട്ടർ ID കാർഡും ഒക്കെയുണ്ട്. എന്നാൽ ഇവരുടെ വോട്ട് കിട്ടി ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. പ്രായമായവരും കിടപ്പുരോഗികളുമൊക്കെ ഇതിൽ പല വീടുകളിലുമുണ്ട്. 3 പതിറ്റാണ്ട് പിന്നിട്ട തങ്ങളുടെ ദുരിത ജീവിതത്തിന് സർക്കാർ തലത്തിൽ പരിഹാരമുണ്ടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോട്ടയം. ജീവനക്കാർക്കായി ഇടത് സർക്കാർ കൊണ്ടുവന്ന അഷ്വേർഡ് പെൻഷൻ മാറ്റി പകരം പങ്കാളിത്ത പെൻഷൻ പരിഷ്കരിക്കാൻ UDF സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. പെൻഷൻ ഫണ്ടിലെ സർക്കാർ വിഹിതം 14% ഉയർത്തുമെന്നാണ് സൂചന. ഒരു ഗഡു ക്ഷാമബദ്ധ നൽകുന്നതും പരിഗണനയിലാണ്. അതേസമയം LDF സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണ കമ്മീഷനെ പുനഃസംഘടിപ്പിക്കാനാണ് UDF ആലോചിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലാണ് ജീവനക്കാർക്കായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചില്ല. അതിനാൽ പദ്ധതി പ്രാബല്യത്തിൽ വന്നതുമില്ല. എന്നാൽ UDF സർക്കാർ അഷ്വേർഡ് പെൻഷൻ മാറ്റി പകരം ജീവനക്കാർ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന തരത്തിൽ പങ്കാളിത്ത പെൻഷൻ പരിഷ്കരിക്കാനാണ് നീക്കം നടത്തുന്നത്. പെൻഷൻ ഫണ്ടിലേക്കുള്ള സർക്കാർ വിഹിതം നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 10%. ഇത് 14% ഉയർത്താനാണ് ആലോചിക്കുന്നത്. ജീവനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന പല പ്രഖ്യാപനങ്ങളും VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷിക്കാം. ശമ്പള പരിഷ്കരണ കമ്മീഷനെ കഴിഞ്ഞ സർക്കാർ അവസാന സമയത്താണ് പ്രഖ്യാപിച്ചത്. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയി അധ്യക്ഷനായ കമ്മീഷന്റെ കാലാവധി 3 മാസമായിരുന്നു. കമ്മീഷന്റെ കാലാവധി നീട്ടുമെങ്കിലും LDF സർക്കാർ നിയമിച്ച കമ്മീഷനുമായി അതേപടി UDF സർക്കാർ മുന്നോട്ട് പോകുമോ എന്നതിലും ഉറപ്പില്ല. പെൻഷൻകാരുടെ DA കൊടുക്കാനുണ്ട്, അതുപോലെ അവരുടെ സറണ്ടർ ലീവ് കൊടുക്കാനുണ്ട്, മരവിപ്പിച്ചിരിക്കുകയായിരുന്നു, സറണ്ടർ ലീവ് കൊടുക്കാനുണ്ട്. അങ്ങനെ മറ്റ് എല്ലാം കൂടെ ഏകദേശം 48,773 കോടി രൂപയുടെ ബാധ്യതയാണ് പുതിയ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. അതിൽ അരിയർ DA, ഉദ്യോഗസ്ഥരുടെ DAയും പെൻഷൻകാരുടെ സമാശ്വാസവും ഏകദേശം 35,000 കോടിക്ക് മുകളിൽ വരും. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത കുടിശ്ശിക ഒരു ഗഡുവെങ്കിലും നൽകും. നിർത്തലാക്കിയ ഭവന വായ്പാ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. അതേസമയം വിരമിക്കൽ പ്രായം ഉയർത്തണമെന്ന ധവളപത്രത്തിലെ നിർദ്ദേശം തൽക്കാലം നടപ്പാക്കാൻ സാധ്യതയില്ല. മെയ് മാസത്തിൽ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിച്ചതിനാൽ പെൻഷൻ പ്രായം ഉയർത്തിയാലും ഈ വർഷം ഖജനാവിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക കരാറിൽ ഒപ്പുവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. G7 ഉച്ചകോടിക്കിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും ട്രംപ് പറയുന്നു. കരാർ ഒപ്പിടുന്ന വെള്ളിയാഴ്ച തന്നെ ഹോർമൂസ് തുറക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച സ്വിസ് നഗരമായ ജനീവയിൽ പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാന്റെ സാന്നിധ്യത്തിലാകും അമേരിക്കയും ഇറാനും ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുക. നിലവിൽ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി കരാർ വെർച്വലായി ഒപ്പിട്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. G7 ഉച്ചകോടിക്കിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയിലാണ് 1.5 പേജ് മാത്രമുള്ള കരട് കരാറിൽ ഒപ്പുവെച്ചെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ. ആഗോള സമാധാനം ഉറപ്പാക്കുമെന്നും ഭീകര സംഘടനകൾക്കുള്ള സാമ്പത്തിക സഹായം അവസാനിപ്പിക്കുമെന്നും ഇറാൻ ഉറപ്പു നൽകിയെന്ന് കരാറിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഉടമ്പടി പ്രകാരം ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകേണ്ടി വരും. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുന്നതും മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകുന്നതും അവർ ഈ വ്യവസ്ഥകൾ എത്രത്തോളം പാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതേസമയം കരാറിലെ ഉള്ളടക്കം സംബന്ധിച്ച് തങ്ങളുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. ആണവായുധം ഒരിക്കലും നിർമ്മിക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചിരിക്കുന്നുവെന്നും ഇറാനായി അമേരിക്ക $300 മില്യൺ നൽകുന്നു എന്ന വാർത്ത വ്യാജമാണെന്നും ഇത് ഡെമോക്രാറ്റുകൾ കെട്ടിച്ചമച്ചതാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ആഗോള ചരക്കു നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് വെള്ളിയാഴ്ച തുറക്കുമെന്നും പാത ടോൾ രഹിതമാകുമെന്നും ട്രംപ് അറിയിച്ചു.
ഈ കരാറിന്റെ ഭാഗമായി നിലവിലുള്ള വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും അന്തിമ കരാറിലെത്താനുള്ള ചർച്ചകൾ പൂർത്തിയാക്കും. അതേസമയം അമേരിക്ക നാവിക ഉപരോധം പിൻവലിച്ചതിനെ തുടർന്ന് 3 ഇറാനിയൻ ഓയിൽ ടാങ്കറുകളും 2 ചരക്ക് കപ്പലുകളും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയതായി ഇറാനിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. ഉച്ചകോടിക്ക് ഫ്രാൻസിൽ തുടക്കമായിരിക്കുന്നു. ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ നീക്കം. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വ്യാപാര പങ്കാളിത്തം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കാൻ ഉന്നതതല സംവിധാനം രൂപീകരിക്കാൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയിലെത്തി. സ്ലോവാക്യയുടെ പരമോന്നത പുരസ്കാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. റഷ്യ ഉക്രൈൻ സംഘർഷം, മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ, സന്തുലിതവും സുസ്ഥിരവുമായ സാമ്പത്തിക വളർച്ച, കൃത്രിമ ബുദ്ധി വികസനം എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ 3 ദിവസത്തെ G7 ഉച്ചകോടിയിൽ ചർച്ചയാവും. നീറ്റ് പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്ന് വിദ്യാർത്ഥികൾ. പുനഃപരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചില്ലെന്നും പരീക്ഷ 1 മാസം നീട്ടിവെക്കണമെന്നും വിദ്യാർത്ഥികൾ NTA നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. അതേസമയം നീറ്റ് പുനഃപരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നീറ്റ് പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. സുപ്രീം കോടതിയിൽ ഹർജിയും നൽകിയിരിക്കുന്നു. ഈ ഹർജി കോടതി എപ്പോഴായിരിക്കും എടുക്കുക? നിലവിൽ നീറ്റ് പുനഃപരീക്ഷ ഈ മാസം 21 നടത്താനുള്ള ക്രമീകരണങ്ങൾ കേന്ദ്ര സർക്കാർ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ, ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവയെല്ലാം വിലയിരുത്തിയിരുന്നു. ഇതിനിടയിലാണ് വിദ്യാർത്ഥികൾ NTA അഭിഭാഷകൻ മുഖേന നിവേദനം നൽകിയിട്ടുള്ളത്. 1500-ലധികം വിദ്യാർത്ഥികളാണ് നിവേദനത്തിൽ ഒപ്പിട്ടിട്ടുള്ളത്. ഇതിൽ ചൂണ്ടിക്കാട്ടിയത് ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ മാറ്റിവെക്കണം, 1 മാസം കൂടിയെങ്കിലും പരീക്ഷ നടത്തുന്നതിന് സമയം നൽകണം. കാരണം ഈ പുനഃപരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമയം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. പക്ഷെ അത് NTA എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഈ പ്രവേശന പരീക്ഷ പൂർത്തിയാക്കി പ്രവേശന നടപടികളിലേക്ക് കിടക്കേണ്ടതുണ്ട്. നീറ്റ് UG പരീക്ഷയാണ് നടക്കാനുള്ളത്. അതിന്റെ മുൻപോട്ടുള്ള നടപടികൾ വേഗത്തിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരീക്ഷ മാറ്റിവെക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ വിദ്യാർത്ഥികൾ നിലവിൽ NTA നിവേദനം നൽകിയിട്ടുണ്ട്. അതിൽ ആവശ്യപ്പെട്ടത് 1 മാസത്തേക്കെങ്കിലും പരീക്ഷ നീട്ടിവെക്കണമെന്നും പഠിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചിട്ടില്ല എന്നുള്ളതുമാണ്. ഒപ്പം സുപ്രീം കോടതിയിൽ ഡോക്ടർ മംഗള കൊഹ്ലി എന്നയാളാണ് ഹർജി നൽകിയിട്ടുള്ളത്. ആ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് നീറ്റ് പുനഃപരീക്ഷ തന്നെ പൂർണ്ണമായും റദ്ദാക്കണം, നേരത്തെ നടത്തിയിട്ടുള്ള പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ്. നീറ്റ് പ്രവേശന പരീക്ഷ രാജ്യത്തുടനീളം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ 1-2 കേന്ദ്രങ്ങളിൽ ചില അപാകതകൾ വന്നു എന്നത് കാരണത്താൽ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കിയത് ശരിയായ നടപടിയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഏതായാലും നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21 തന്നെ നടത്താനുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. പരീക്ഷ ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിന് വ്യോമസേനയെ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ടെലിഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണവും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ NTA ഔദ്യോഗിക പോർട്ടൽ neet.nta.nic.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കാർഡ് ലഭ്യമായിരുന്നു. അതിലും ചില സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മായ. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നീറ്റ് പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയും നൽകിയിരിക്കുന്നു. കായിക വാർത്തകളിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ കേപ്പ് വെർദ സ്പെയിൻ മത്സരം ഗോൾ രഹിത സമനിലയിൽ. കന്നി മത്സരത്തിലാണ് മുൻ ലോക ചാമ്പ്യന്മാരെ കേപ്പ് വെർദ സമനിലയിൽ തളച്ചത്. വലിയ ജയത്തോടെ തുടങ്ങാനിരുന്ന സ്പെയിനെ ഞെട്ടിച്ച പ്രതിരോധം.
ഫിഫ റാങ്കിങ്ങിലെ 3-ാം സ്ഥാനക്കാരും നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരുമായ സ്പെയിനിനെ നേരിടാൻ കന്നിക്കാരായ കേപ്പ് വെർദെ ഇറങ്ങിയപ്പോൾ സ്പെയിൻ അടിക്കാൻ പോകുന്ന ഗോളുകൾ എണ്ണി തിട്ടപ്പെടുത്തിയവർ ഒന്നാകെ ഞെട്ടി. ഈ ലോകകപ്പ് വിജയിക്കാൻ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ എന്ന പ്രവചനങ്ങൾക്കിടയിലെ ഈ പ്രതിരോധം കേപ്പ് വെർദയെ സംബന്ധിച്ച് ജയത്തോളം പോന്ന മിന്നും സമനിലയാണ്. കേപ്പ് വെർദയുടെ ഗോൾ മുഖത്തേക്ക് സ്പെയിൻ നടത്തിയ പല ആക്രമണങ്ങളും അതിമനോഹരമായി തടുത്തെറിഞ്ഞ ആ 40-കാരൻ ഗോൾ കീപ്പർ വൊസീഞ്ഞയ്ക്കായി കയ്യടികൾ. മധ്യനിരയിൽ പെഡ്രിയുടെ നേതൃത്വത്തിൽ നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടായെങ്കിലും ഫിനിഷിംഗിലെ പിഴവുകൾ സ്പെയിനിന് തിരിച്ചടിയായി. രണ്ടാം പകുതിയിൽ ലമീൻ യമാൽ എത്തിയെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ല. മത്സരത്തിൽ പലതവണ സ്പെയിൻ സുവർണാവസരങ്ങൾ നഷ്ടപ്പെടുത്തി. 27 അവസരങ്ങളും 804 പാസുകളും സൃഷ്ടിച്ച സ്പാനിഷ് നിരയെ തടഞ്ഞിട്ട കേപ്പ് വെർദെ പോലുള്ള ടീമുകൾ ഈ ലോകകപ്പ് പ്രവചനാതീതമാക്കുന്നു എന്ന് നിസ്സംശയം പറയാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഈജിപ്തിനെതിരെ കരുത്തരായ ബെൽജിയത്തിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ഇമാം അഷറിന്റെ ഗോളിൽ ലീഡെടുത്ത ഈജിപ്തിനെതിരെ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ബെൽജിയത്തിന് തുണയായത്. മത്സരത്തിലുടനീളം ലഭിച്ച മികച്ച അവസരങ്ങൾ ബെൽജിയം നഷ്ടപ്പെടുത്തുകയായിരുന്നു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. ഇറാൻ ഇതുവരെ ചരിത്രത്തിൽ ആദ്യ റൗണ്ട് കടന്ന് മുന്നേറിയിട്ടില്ല. മറുഭാഗത്ത് നീണ്ട 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ന്യൂസിലാൻഡ് ലോകകപ്പ് വേദിയിലേക്ക് തിരിച്ചെത്തുന്നത്. രാത്രി 12:30 മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും സെനഗലും തമ്മിലുള്ള മത്സരമാണ്. 1998-ലും 2018-ലും കിരീടം ചൂടിയ ഫ്രാൻസ് കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സ് അപ്പ് കൂടിയാണ്. 2002-ലെ കന്നി ലോകകപ്പിൽ ഫ്രാൻസിനെ അട്ടിമറിച്ച് ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ സെനഗലും നിസ്സാരക്കാരല്ല. ഫുട്ബോൾ ഒരു വികാരമാണ്. ആ വികാരം പലതരത്തിലാണ് ആരാധകർ പ്രകടിപ്പിക്കുന്നത്. ലോകകപ്പുകളിലെ മത്സരക്രമവും ഗോളുകളുടെ എണ്ണവും കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന ഒരാൾ കൊച്ചിയിലുണ്ട്. അർജന്റീന ആരാധകനായ ഒരു 70-കാരൻ. വിശ്വകിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് രാജ്യങ്ങൾ. കളി നടക്കുന്നത് അമേരിക്ക ഉൾപ്പെടെ 3 രാജ്യങ്ങളിൽ. ഒരുപക്ഷെ ലോകകപ്പിന്റെ ഭാഗമല്ലാതെ അതിന്റെ ആവേശം ഇത്രയധികം നെഞ്ചിലേറ്റുന്ന ഒരു സ്ഥലമുണ്ടാകില്ല. അതാണ് കേരളം. സംസ്ഥാനത്തിന്റെ മുക്കും മൂലയും ഫുട്ബോൾ ആവേശത്തിലേക്ക് അമർന്നു കഴിഞ്ഞു. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തോരണങ്ങളും ഫ്ലെക്സുകളും. ഫുട്ബോളിനോടും കളിക്കാരോടുമുള്ള ആരാധന പലതരത്തിലാണ്. വ്യത്യസ്തനായ ഒരു ഫുട്ബോൾ ആരാധകനാണ് കൊച്ചിയിലെ AK റെയ്നോൾഡ് എന്ന നാട്ടുകാരുടെ റോമിയെങ്കിൽ. പത്രത്താളുകളിൽ മാത്രം കളിയറിഞ്ഞ കാലം മുതലുള്ള സ്കോർ ബോർഡുകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കുകയാണ് റോമിയെങ്കിൽ. ആദ്യം നോട്ട്ബുക്കുകളിലായിരുന്നു ഗോളുകൾ എഴുതിയിരുന്നത്. ഇപ്പോൾ ചാർട്ടാക്കി സ്വന്തം കടയുടെ മുന്നിൽ പ്രദർശിപ്പിക്കും. കടുത്ത അർജന്റീന ആരാധകനായ റോമിയെങ്കിലിന് നെയ്മറയും ഇഷ്ടമാണ്. എഴുതി തുടങ്ങിയ 90 തുടങ്ങി എഴുതിയിട്ടുണ്ട്. അതിക്ക് മുമ്പ് വെറുതെ പേപ്പറിലൊക്കെ എഴുതി വെക്കുമായിരുന്നു. 90 തുടങ്ങിയാണ് എഴുതാൻ തുടങ്ങിയത്. അത് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് എഴുതി വെക്കണ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രമല്ല, ഫുട്ബോൾ മാത്രമല്ല, ലോകകാര്യങ്ങൾ എല്ലാം ഞാൻ എഴുതി വെക്കും. അർജൻറ്റീന ടീമാണ് നമ്മുടെ ടീം. അതെന്നാ മെറോഡോണ ദൈവത്തിൻ്റെ കൈ എന്നും പറഞ്ഞൊരു ഗോൾ വെച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5-6 പേരെ കവർ ചെയ്ത് ഒരു ഒറ്റക്ക് കൊണ്ട് ഒരു ഗോൾ വെച്ച്. അതാണ് ചരിത്രത്തിലെ ഏറ്റവും നല്ല ഗോളായിട്ട് എനിക്ക് തോന്നണത്. അർജൻറ്റീനക്ക് ഫസ്റ്റ് റൗണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അർജൻറ്റീന അൾജീരിയയും ഓസ്ട്രിയയും ജോർദാനുമാണ്. അവരെ 3 പേരെയും പൊട്ടിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് വന്നതാണ് പറയാൻ പറ്റാത്തത്. അത് ആരാണെന്ന് പറയാൻ പറ്റില്ല. അയൽവാസികളും സുഹൃത്തുക്കളും അടങ്ങുന്നവർ ചേർന്ന് വലിയൊരു ഫ്ലെക്സ് ബോർഡും ഫോർട്ട് കൊച്ചി നസ്രത്ത് ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവരവരുടെ ഇഷ്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞുള്ള പടമാണ് ഫ്ലെക്സിൽ. അർജന്റീന, ബ്രസീൽ, ജർമ്മനി, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ടീമുകൾക്കാണ് ആരാധകർ അധികവും. ഏതായാലും ഇന്ത്യ ലോകകപ്പിൽ മാറ്റുരയ്ക്കാൻ വർഷങ്ങൾ എടുക്കുമെങ്കിലും ആവേശം ഒട്ടും ചോരാതെ നെഞ്ചിലേറ്റുകയാണ് മലയാളികൾ. അമൃത ന്യൂസ്, കൊച്ചി. ലോകകപ്പ് ലഹരിയിൽ കട്ടൗട്ട് ഇറക്കി കളിയാരവും തീർത്തവരെ കടത്തിവെട്ടി കോഴിക്കോട് ചാത്തമംഗലം പുലാവൂർ അർജന്റീന ഫാൻസ് അസോസിയേഷൻ. പുഴയിൽ ഒഴുകി നടക്കുന്ന ഒരു മിനി സ്റ്റേഡിയം നിർമ്മിച്ചാണ് പുലാവൂർ അർജന്റീന ഫാൻസ് ഞെട്ടിച്ചിരിക്കുന്നത്. അർജന്റീന ടീം അംഗങ്ങളെല്ലാം ഈ ഒഴുകും സ്റ്റേഡിയത്തിലുണ്ട്.
കഴിഞ്ഞ ലോകകപ്പ് സീസണിൽ കൂറ്റൻ കട്ടൗട്ടുകൾ ഉയർത്തി ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ നേടിയ കോഴിക്കോട്ടെ പുള്ളാവൂർ ചെറുപുഴക്കടവിൽ ഇത്തവണ പുഴയിൽ ഒഴുകി നടക്കുന്ന ഒരു മിനി സ്റ്റേഡിയം തന്നെയാണ് അർജന്റീന ഫാൻസ് നിർമ്മിച്ചിരിക്കുന്നത്. താരങ്ങളുടെയെല്ലാം കട്ടൗട്ടുകൾ ഗ്രൗണ്ടിൽ സ്ഥാപിച്ചുകൊണ്ടാണ് സ്റ്റേഡിയത്തിന്റെ മാതൃക മനോഹരമായി ഒരുക്കിയിരിക്കുന്നത്. ഗോൾ പോസ്റ്റുകളും ടിവിയും അടക്കം ഈ ഫ്ലോട്ടിംഗ് സ്റ്റേഡിയത്തിലുണ്ട്. 3.5 ലക്ഷം ചിലവിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്താണ് സ്റ്റേഡിയം നിർമ്മാണം. ഇതുവരെ ആരും വെക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് വെക്കണം എന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ആളുണ്ട്, നൗഷർ എന്ന് പറഞ്ഞിട്ട്, മൂപ്പര് ഐഡിയ ആണ്. ലാസ്റ്റ് വരെ പകുതി അർജന്റീനൻ്റെ ആരാധകർക്ക് പോലും ഇതെന്താ വെക്കുന്നതെന്ന് പകുതി വരെ അറിയില്ലായിരുന്നു. ലാസ്റ്റിലേക്കാണ് ഇങ്ങനത്തെ ഒരു മിനി സ്റ്റേഡിയത്തിൻ്റെ ഒരു ഇത് വന്നിട്ട് നമ്മൾ ചെയ്ത് സർപ്രൈസ് ആയി ചെയ്ത്. എല്ലായിടത്തിലും മെയിൻ പ്ലേസിനെ മാത്രമാണ് വെക്കല്. നമ്മളെല്ലാ പ്ലേസിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ട് നല്ലൊരു ഗ്രൗണ്ട് തന്നെ, ഒരു ഗാലറി തന്നെ സെറ്റ് ചെയ്താണ്. ഖത്തർ ലോകകപ്പിന് മുന്നോടിയായി ഇവിടെ സ്ഥാപിച്ച മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലടക്കം പങ്കുവച്ചിരുന്നു. പോസ്റ്റ് ലോകമെങ്ങും വൈറലായതോടെ റൊണാൾഡോയും നെയ്മറുമെല്ലാം ചെറുപുഴക്കടവിൽ കട്ടൗട്ടുകളിൽ നിറഞ്ഞു. ഇത്തവണ നെയ്മറിന്റെ ഒരു കൂറ്റൻ കട്ടൗട്ടാണ് പുള്ളാവൂരിലെ ബ്രസീൽ ഫാൻസ് ഉയർത്തിയിരിക്കുന്നത്. 5 വർഷം മുമ്പ് ഫുട്ബോൾ താരങ്ങളുടെ കട്ടൗട്ട് ഉയർത്തിയാണ് പുള്ളാവൂർ നാട് ലോകമൊന്നാകെ ശ്രദ്ധയാകർഷിച്ചത്. ഇത്തവണ സഞ്ചരിക്കുന്ന ഒരു മിനി സ്റ്റേഡിയം തന്നെയാണ് ഇവിടുത്തെ അർജന്റീന ആരാധകർ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ സജി തറയിലിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പി ശശിയുടെ വക്കീൽ നോട്ടീസ്. വ്യാജ ആരോപണങ്ങൾ പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണമെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട്. പ്രതികരണം തേജോവധം ചെയ്യാൻ ദുരുദ്ദേശത്തോടെ പടച്ചുണ്ടാക്കിയതാണെന്നും നോട്ടീസിൽ അഡ്വക്കേറ്റ് കെ വിഷൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. CPMന്റെ അന്തകനായത് പി ശശിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. കാഫെ സ്ക്രീൻഷോട്ട് കേസിൽ കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അന്വേഷണവുമായി SIT. കാഫെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് ചർച്ച ചെയ്ത CPM അനുകൂല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ചോദ്യം ചെയ്തവരുടെ ഫോണിന്റെ ഫോറൻസിക് പരിശോധന നടന്നുവരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മാണം സംബന്ധിച്ച കൂടുതൽ തെളിവ് ശേഖരിക്കാൻ ഫീൽഡ് തല പരിശോധനയിലാണ് അന്വേഷണ സംഘം. നേരത്തെ വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. എന്നാൽ കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളും സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതായി SITക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. SIT അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇതേ സ്ക്രീൻഷോട്ട് ഈ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുകയും ചർച്ചകൾ നടന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള അഡ്മിനെ ഉൾപ്പെടെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരെ ഉടൻ ചോദ്യം ചെയ്യും. കടത്തനാട് സഖാക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലും ബാവുപ്പാറ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലും ആദ്യഘട്ടത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ പേര് വിവരം അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. അതേസമയം സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടതായി സംശയിച്ച വടകര സ്ക്വാഡിലെ അഡ്മിന്റേതടക്കം ഫോണുകളുടെ ഫോറൻസിക് റിപ്പോർട്ടുകൾ പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. മെറ്റയുടെ സഹായം തേടിയ കത്തിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. അതേസമയം SIT അന്വേഷണത്തിനെതിരെ DYFI രംഗത്തെത്തിയിരുന്നു. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണനെ ഉൾപ്പെടെ വേട്ടയാടുന്നുവെന്നായിരുന്നു DYFIയുടെ പരാതി. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊല്ലം KSRTC ഡിപ്പോയുടെ നവീകരണ പദ്ധതിയെ ചൊല്ലി പുതിയ വിവാദം. അപകടാവസ്ഥയിലായ ഡിപ്പോ കെട്ടിടം പൊളിച്ച് പുതിയ സമുച്ചയം നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ അനിശ്ചിതത്വം. പദ്ധതിയുടെ നിലവിലെ രൂപരേഖയോട് കൊല്ലം MLAയും മന്ത്രിയുമായ ബിന്ദു കൃഷ്ണ വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് ആശങ്കകൾ ഉയരുന്നത്. നൂറുകണക്കിന് ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന കൊല്ലം KSRTC ഡിപ്പോ ഇങ്ങനെ അപകട ഭീഷണിയിലായിട്ട് വർഷങ്ങൾ പിന്നിട്ടു. കോൺക്രീറ്റ് അടർന്നു വീഴുന്ന മേൽക്കൂരകളും തകർച്ചയുടെ വക്കിലെത്തിയ തൂണുകളും ചോർന്നൊലിക്കുന്ന മുറികളുമായി ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന നിലയിലാണ് ഡിപ്പോ കെട്ടിടം. 10 കോടി രൂപ ചെലവിൽ ഡിപ്പോ പൊളിച്ചുപണിയാൻ കഴിഞ്ഞ സർക്കാർ തീരുമാനമെടുത്തെങ്കിലും ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതിനിടെയാണ് പദ്ധതിയുടെ നിലവിലെ രൂപരേഖയിൽ ചില ആശങ്കകൾ ഉയർന്നത്. താലൂക്ക് കച്ചേരി ജംഗ്ഷൻ പ്രദേശത്ത് പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന രീതിയിലുള്ള നിർമ്മാണം നടപ്പാക്കിയാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്നും സമീപത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുമാണ് നിലവിലെ MLAയും മന്ത്രിയുമായ ബിന്ദു കൃഷ്ണയുടെ നിലപാട്. അതേസമയം തീരുമാനം നീളുന്നത് വലിയ ആശങ്കയ്ക്കാണ് വഴിവെക്കുന്നത്.
ഏത് നിമിഷവും വലിയ ദുരന്തത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാരും ജീവനക്കാരും. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ജീവൻ ഭരണത്തെ പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഏത് നിമിഷവും ഇതിൻ്റെ മുകളിൽ നിന്ന് നിലമ്പത്താം. ഇവിടെ യാത്രക്കാർക്ക് യാതൊരു സുരക്ഷിതത്വമില്ല, ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരന് യാതൊരു സുരക്ഷിതത്വമില്ല. അത് നിങ്ങൾ ഈ ബിൽഡിംഗ് മൊത്തം ഒന്ന് നോക്കിയാൽ കാണാം. ഈ ഇലക്ഷൻ അടുപ്പിച്ചുകൊണ്ട് ഈ കെട്ടിടം പുതുതായിട്ട് പണിയുന്നു, മുകളിലോട്ട് മാറ്റി പണിയുന്നുണ്ട്, ലക്ഷക്കണക്കിന് രൂപയിലേക്ക് ഒരു ഉദ്ഘാടന മാമാകം നടത്തി. പക്ഷേ യാതൊരുവിധ പ്രയോജനമില്ല. അതെ, പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമില്ല. ഒരു 2-3 മാസത്തിന് മുന്നേ ഒരു ബസ് റിവേഴ്സ് എടുത്ത വഴിക്കാണ് ഒരു യാത്രക്കാരൻ ഇവിടെ അയാളുടെ തലയിലൂടെ ബസ് കയറി ഇറങ്ങി മരിച്ചത്. കടപ്പാക്കടയിലുള്ള പല അനുഭവങ്ങളാണ് ഇവിടെ. യാത്രക്കാർക്ക് ഇരിക്കാനോ ഒന്ന് പേടി കൂടാതെ ഇരിക്കാൻ പറ്റുന്നില്ല. നിർമ്മാണ പദ്ധതി സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടെ സുരക്ഷിതമായ പുതിയ കെട്ടിടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ജീവനക്കാരും യാത്രക്കാരും. ജീവൻ കയ്യിലെടുത്താണ് നൂറുകണക്കിന് ആളുകൾ ദിവസവും കൊല്ലം KSRTC ഡിപ്പോ ഉപയോഗിക്കുന്നത്. ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോഴും ഭിന്നശേഷിക്കാർക്ക് 5 വർഷം കൂടുമ്പോൾ അവരുടെ പാസ് പുതുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രായം ചെന്ന ഭിന്നശേഷിക്കാർക്ക് ഉൾപ്പെടെ ഇത് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ഭിന്നശേഷി കൂട്ടായ്മയുടെ പരാതി വരുന്നത്. കോഴിക്കോട് നിന്നും MM രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 5 വർഷം കൂടുമ്പോഴാണ് ഭിന്നശേഷിക്കാർക്ക് KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നതിനുള്ള പാസ് പുതുക്കേണ്ടത്. ഇനി ഇത് 2028 പുതുക്കേണ്ടത്. അതേസമയം മുൻപ് ഇത്തരമൊരു സാഹചര്യമല്ല ഉണ്ടായിരുന്നതെന്നും തുടർച്ചയായി 2 ഇടത് സർക്കാർ മാറി മാറി വന്നെങ്കിലും അതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടായില്ലെന്നും ഭിന്നശേഷി കൂട്ടായ്മ പറയുന്നു. സ്ഥിരം ഭിന്നശേഷിക്കാർ സ്ഥിരം പാസ് ഇപ്പോൾ 5 വർഷം കൂടുമ്പോൾ പുതുക്കുന്ന സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 20,000 രൂപയാണ് അവർ പറയുന്നത് ആ ഫോമിൻ്റെ അകത്ത്. അപ്പം നമ്മളെ പെൻഷൻ തന്നെ 24,000 രൂപയുണ്ട്. ഇപ്പം ഭൂരിഭാഗം ആളുകൾക്ക് ഇത് ലഭിക്കില്ല. ശാരീരിക വൈകല്യമുള്ള 50% ആളുകൾക്ക്. അപ്പോൾ എനിക്ക് സ്ഥിരം വൈകല്യമാണ്. എന്നെപ്പോലുള്ള എത്രയോ ആളുകളുണ്ട്, അവർക്ക് സ്ഥിരം പാസ് കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് വലിയ ഒരു ഗുണമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ കേരള അതിർത്തി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ ഫുൾ ചാർജ് കൊടുക്കണം. KSRTCൻ്റെ പാസ് നമ്മളെ ബസ് കയറി കഴിഞ്ഞാൽ മുത്തങ്ങ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചാർജ് കൊടുക്കണം. വയനാട്ടിൽ പോകണം. അങ്ങനെ ഓരോ ജില്ലൻ്റെ നല്ല സംസ്ഥാനത്തിൻ്റെ ബോർഡറുണ്ട്. അത് മാറ്റിയിട്ട് ശരിക്കും പാസഞ്ചർ പോലെ തന്നെ എക്സ്പ്രസ്സിൽ ഞങ്ങൾക്ക് പാസ് തരാൻ ഞങ്ങളൊരു അഭ്യർത്ഥന. നിലവിൽ ഭിന്നശേഷിക്കാർക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് ഇടത് സർക്കാർ പാസ് പുതുക്കുന്നതിന് 5 വർഷമെന്ന നിബന്ധന വെച്ചത്. പ്രായമായവർക്കുൾപ്പെടെ ഇത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഭിന്നശേഷി കൂട്ടായ്മയുടെ പരാതി. പുതിയ UDF സർക്കാർ തങ്ങളുടെ ആവശ്യം പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭിന്നശേഷി കൂട്ടായ്മ. MM രാകേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ തുടർച്ചയായി കൊല്ലപ്പെടുന്നതിന്റെ ആശങ്കയിലാണ് പീരുമേട് അരണക്കലിലെ കർഷകരും തോട്ടം തൊഴിലാളികളും. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കടുവ 1 മാസത്തിനിടെ 7 കന്നുകാലികളെയാണ് കൊന്നത്. മൂന്നാറിൽ നിന്ന് പിടികൂടിയ കടുവയെയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടത്. ഇത് പിന്നീട് അരണക്കല്ലിലെ ജനവാസ മേഖലയിൽ എത്തുകയായിരുന്നു. കടുവയെ പിടികൂടാൻ 3 കൂടുകൾ സ്ഥാപിച്ചിട്ടും ഫലമുണ്ടായില്ല. കൂടുവച്ച ശേഷവും കടുവ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഈ പശുക്കളെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ അവർ ഉപജീവിതന്മാരാണ്. 500 രൂപ ശമ്പളമേ എസ്റ്റേറ്റിൽ കിട്ടുന്നുള്ളൂ. 500 രൂപ ശമ്പളം കിട്ടുന്ന 1 ലിറ്റർ പാൽ ഇവിടെ കൊടുത്താൽ ആകെ കിട്ടുന്നത് 50 രൂപയാണ്. അവരുടെ പിള്ളേർക്ക് ഒരു വണ്ടിക്കൂലി അല്ലെങ്കിൽ സ്കൂൾ ഫീസ് കൊടുക്കാനായിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ജനങ്ങളാകെ ഭീതിയിലാണ്. അരണക്കൽ മേഖലയിലെ തോട്ടം തൊഴിലാളികൾ ഉപജീവനത്തിനായി കന്നുകാലികളെയും വളർത്തുന്നവരാണ്. എന്നാൽ കടുവയുടെ ആക്രമണം മൂലം പശുക്കളെ മേയാൻ പോലും പുറത്തേക്ക് വിടാൻ ഇവർക്ക് ഭയമാണ്. ഞങ്ങൾ പശു കൊണ്ടാണ് ജീവിതം. നമുക്ക് ഇതുപോലെ എപ്പോഴും കടുവ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ജീവിതമാർഗം വേണ്ടേ? അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഒന്ന് മാറ്റാനോ അല്ലത് പിടിക്കാനോ ഉള്ള സംവിധാനം ഉണ്ടാക്കണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ ഉപജീവനമാർഗമായ കന്നുകാലികൾ വന്യമൃഗങ്ങൾക്ക് ഇരകളാകുന്നതിന്റെ ആശങ്കയിലാണിവർ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്ത് സെൻസസ് നടപടികൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം അടക്കം ലഭ്യമാകും. ഈ മാസം 30 വരെ se.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ രേഖപ്പെടുത്താം. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപടികൾ പൂർത്തിയാക്കുന്നത്. ജനങ്ങൾ സ്വയം രേഖപ്പെടുത്തിയ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാവും അന്തിമമാക്കുക. പ്രവാസി മലയാളികൾക്ക് സെൻസസ് ബാധകമല്ലെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ മിത്ര TIAS വ്യക്തമാക്കി. ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് വിപണി വിലയിരുത്തുന്നു. ദിലീപ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം.
ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വിപണിയിൽ വലിയൊരു നേട്ടമാണ് ഉണ്ടായത്. വരും ദിവസങ്ങളിലും വിപണിയിൽ നേട്ടം ആവർത്തിച്ചാമെങ്കിൽ കൂടിയും ഇനിയുള്ള ഉയർച്ചയിൽ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു നിലയിൽ വളരെ കരുതലോടെ നീങ്ങുന്നതായിരിക്കും ഉചിതം. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം വിപണിയിൽ നേരിയ തോതിലെങ്കിലും മറ്റ് നിക്ഷേപത്തിലേക്ക് നീങ്ങിയത് വലിയൊരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 200 കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. കുറേ നാളുകൾ വിപണിയിൽ തുടർച്ചയായ വിൽപ്പനയ്ക്ക് ശേഷം ഇന്നലെ ഉണ്ടായ ഈ ഒരു നിക്ഷേപ താല്പര്യം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ അടുത്ത നിലയിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കുകയും ചെയ്യും. ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലും IT മേഖലയിലുമാണ് ഒരു നിക്ഷേപ താല്പര്യം തുടരേണ്ടത്. ഈ 2 മേഖലയിൽ നിക്ഷേപ താല്പര്യം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിന് ഏറ്റവും പ്രേരക ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്യും. സാങ്കേതികമായി 24,000 എന്ന നിലവാരമാണ് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ മറികടന്ന് വ്യാപാരം നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തുടർച്ചയായി വിപണി മുന്നോട്ട് നീക്കുന്നതിന് സഹായകമാവുകയും ചെയ്യും. എന്നാൽ അടിസ്ഥാന നിലവാരമായി 23,500 എന്ന നിലവാരം പ്രവർത്തിക്കുകയും ചെയ്യും. എന്തായാലും വരും ദിവസങ്ങളിലും വിപണി നിക്ഷേപ താല്പര്യം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആഗോള സാഹചര്യങ്ങൾ തികച്ചും അനുകൂലമാണ്. പ്രത്യേകിച്ചും ഇറാൻ US തമ്മിലുള്ള സമാധാന കരാർ എന്നുള്ള ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഉണ്ടായത് വലിയ തോതിൽ വിപണിയെ മുന്നോട്ട് നയിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. എണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇടിവും വരും ദിവസങ്ങളിലും ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവ് തുടരുകയാണെങ്കിൽ അതും വിപണിയുടെ മുന്നോട്ട് നീക്കത്തിന് പ്രേരകമായി പ്രവർത്തിക്കും. എന്തായാലും നേട്ടത്തിൽ തന്നെ ആയിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയുടെ അന്തകനെന്ന് വിമർശനം. അദ്ദേഹത്തിനെതിരെയുള്ള അച്ചടക്ക നടപടി സസ്പെൻഷനിൽ ഒതുക്കി ലഘൂകരിച്ചതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട്. അദ്ദേഹം നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണെന്നും ശബരിമല തട്ടിപ്പിലടക്കം പങ്കാളിയായ അദ്ദേഹത്തിന്റെ ഭീഷണികൾക്ക് പാർട്ടി വഴങ്ങരുതെന്നും വിമർശകർ ആവശ്യപ്പെടുന്നു. അതേസമയം ജില്ലാ കമ്മിറ്റി തീരുമാനം പത്മകുമാർ അംഗീകരിക്കുന്നതായും തൽക്കാലം സംയമനം പാലിക്കുമെന്നും പത്മകുമാറുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള കേസിലെ ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുന്നതിനാലും സസ്പെൻഷൻ നടപടി മാത്രമായതിനാലും ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയില്ലെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. KSRTCയിലെ സ്ത്രീ സൗജന്യ യാത്രക്കാരുടെ എണ്ണം 50% അധികം വർധന. കഴിഞ്ഞ തിങ്കളാഴ്ച KSRTCയിൽ യാത്ര ചെയ്തത് 7,34,693 പേരാണ്. ഇന്നലത്തെ കണക്ക് പ്രകാരം സ്ത്രീകളുടെ എണ്ണം 13,29,938 5,90,50,000 സ്ത്രീകളാണ് ഇന്നലെ കയറിയത്. 2,20,49,159 രൂപയാണ് ടിക്കറ്റായി KSRTC നൽകിയത്. ഇതുപ്രകാരം ഒരു മാസം 56 കോടി നഷ്ടമുണ്ടാവും. മറ്റൊരു വാർത്തയിലേക്ക്. മുത്തശ്ശിയുടെ തണലിൽ വളരുന്ന കുട്ടികൾക്ക് കൈത്താങ്ങായി കലൂർ ശ്രീരാമകൃഷ്ണ സേവാശ്രമവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. എറണാകുളം കത്രക്കടവ് ജംഗ്ഷനിൽ റോഡരികിൽ പച്ചക്കറിക്കട നടത്തി ഉപജീവനം നടത്തുന്ന രാജേശ്വരിയുടെ സംരക്ഷണയിൽ കഴിയുന്ന കുട്ടികൾക്കാണ് സഹായഹസ്തം. മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുട്ടികളെ വർഷങ്ങളായി മുത്തച്ഛനും മുത്തശ്ശിയുമാണ് സംരക്ഷിച്ചു വന്നിരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മുഴുവൻ ഉത്തരവാദിത്വവും ശ്രീരാമകൃഷ്ണ സേവാശ്രമം ഏറ്റെടുക്കും. വർഷങ്ങൾക്ക് മുൻപ് മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയതാണ് 3 കുരുന്നുകളെയും. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആനന്ദ്, 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അളകനന്ദ, 4 വയസ്സുകാരനായ മണികണ്ഠൻ എന്നിവർ അന്നു മുതൽ വളരുന്നത് മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും സംരക്ഷണത്തിലാണ്. എറണാകുളം കത്തർക്കടവ് ജംഗ്ഷനിൽ റോഡരികിൽ പച്ചക്കറി നടത്തി ഉപജീവനം നടത്തുന്നവരാണ് കുട്ടികളുടെ മാതാവിന്റെ അച്ഛനും അമ്മയുമായ രാജേശ്വരിയും രാജുവും. പഠനത്തിലും ചിത്രരചനയിലും മികവ് പുലർത്തുന്ന കുട്ടികളുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കിയതോടെയാണ് സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടത്. മുത്തു പറഞ്ഞിട്ടാണ് ഞാനത് അറിഞ്ഞത്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നതുകൊണ്ട് കുട്ടികളെ വന്ന് കാണാമെന്ന് പറഞ്ഞത്. ആശ്രമവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നോക്കട്ടെ, മാർഗനിർദ്ദേശം തരുന്നുണ്ട്. ഇപ്പോൾ താമസിക്കുന്നിടത്ത് നിന്ന് അവർ മാറാൻ പറയുമ്പോൾ പെട്ടെന്ന് മാറണം. ഈ കുട്ടികളെ പഠിപ്പിക്കണം. അവർക്ക് ഇപ്പോൾ എവിടെയെങ്കിലും മാറ്റി കൊണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്. ഇവർ കുറേ കാലം അനാഥാലയത്തിലൊക്കെ കിടന്നതാണ് ഈ കുട്ടികൾ. ഇവരെ പഠിപ്പിക്കണം. അതാണ് എനിക്കൊരാഗ്രഹമുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മുഴുവൻ ഉത്തരവാദിത്വവും കലൂർ ശ്രീരാമകൃഷ്ണ സേവാശ്രമം ഏറ്റെടുക്കും. ഇതിന്റെ ഭാഗമായി സേവാശ്രമത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി CS മുരളീധരൻ, ട്രസ്റ്റിമാരായ P കുട്ടിക്കൃഷ്ണൻ, CG രാജഗോപാൽ എന്നിവർ കുടുംബത്തെ സന്ദർശിച്ച് തുടർ നടപടികൾ ചർച്ച ചെയ്തു. കുട്ടികളുടെ കലൂരിലെ വീട്ടിലെത്തിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ പിന്തുണ വാഗ്ദാനം ചെയ്തത്. അമൃത ന്യൂസ്, കൊച്ചി.
ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവാൻ സമയമായിരിക്കുകയാണ്. ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. കൂടുതൽ വാർത്തകളൊക്കെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.